ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും അഡ്മിക്സ്റ്റേഴ്സിൻ്റെ ക്ലാസ്സൊക്കെ കേട്ടല്ലോ അല്ലേ? അഡ്മിക്സ്റ്റേഴ്സിൻ്റെ ക്ലാസ്സൊക്കെ നിങ്ങളെല്ലാം കേട്ടു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം, മടിക്കല്ല. ഓക്കെ, നമുക്ക് തുടങ്ങാം. അഡ്മിക്സ്റ്റേഴ്സിൻ്റെ ടോപ്പിക്സ് ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ യൂസൊക്കെ നമ്മൾ ജസ്റ്റ് പഠിച്ചായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ദ പ്രസൻസ് ഓഫ് കാൽഷ്യം ക്ലോറൈഡ് ഇൻ വാട്ടർ. നമ്മൾ പറഞ്ഞല്ലേ കാൽഷ്യം ക്ലോറൈഡിനെ പറ്റിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് പറഞ്ഞായിരുന്നു. ബാക്കി അഡ്മിക്സ്റ്റേഴ്സിനെ പറയുന്ന കൂട്ടത്തിൽ കാൽഷ്യം ക്ലോറൈഡിനെ പറ്റിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് പറഞ്ഞായിരുന്നു. എന്താ കാൽഷ്യം ക്ലോറൈഡിന്റെ പ്രസൻസ് എന്തുണ്ടാക്കും? ആക്സിലറേറ്റ്സ് ദ സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ്. ഒന്നാമത്തെ ഓപ്ഷൻ ആക്സിലറേറ്റ്സ് ദ ഹാർഡനിങ് ഓഫ് സിമെന്റ്. രണ്ടാമത്തെ ഓപ്ഷൻ കോസ് ലിറ്റിൽ എഫക്റ്റ് ഓൺ ക്വാളിറ്റി ഓഫ് കോൺക്രീറ്റ്. പിന്നെ ഓൾ ഓഫ് ദീസ്. ഏതാ ആൻസർ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആക്സിലറേറ്റ്സ് എന്തായിരുന്നു? ആക്സിലറേറ്റ്സ് ദ സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ്. സെറ്റിംഗ് ടൈമിനെ എന്ത് ചെയ്യും? ആക്സിലറേറ്റ് ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ കാൽഷ്യം ക്ലോറൈഡ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത നോക്കിയേ. ആസ് കമ്പയർഡ് ടു ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ്, യൂസ് ഓഫ് പൊസോളന ഇൻ സിമെന്റ്. ഓക്കെ, പൊസോളനയുടെ എഫക്റ്റ് എന്തുവാ? ഒ പി സിയിൽ യൂസ് ചെയ്യുന്നതിലും നമുക്ക് എന്താണ് ഒ പി സിയെക്കാട്ടിലും എന്താ പൊസോളന സിമെന്റിൽ വന്നു കഴിഞ്ഞാൽ എന്താ വർക്കബിലിറ്റി, റെഡ്യൂസ് വർക്കബിലിറ്റി ആണോ? ഇൻക്രീസസ് ബ്ലീഡിങ് ആണോ? ഇൻക്രീസസ് ഷ്രിങ്കേജ് ആണോ? ഇൻക്രീസസ് സ്ട്രെങ്ത് ആണോ? എന്താ പൊസോളനയുടെ എഫക്റ്റ് എന്തുവാ? ഇൻക്രീസസ് ഷ്രിങ്കേജ് അല്ലേ? എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The common admixture used to accelerate initial set of concrete. Initial set of concrete. Initial set കൊടുക്കാൻ വേണ്ടിയിട്ട് ആരെയാ നമ്മൾ ആഡ് ചെയ്യുന്നേ? ആരെയാ പറ? നമ്മുടെ ഫേവറേറ്റ് ആൻസർ കാൽഷ്യം ക്ലോറൈഡ്. ഇനി ഈ ക്വസ്റ്റ്യൻ ഒത്തിരി വരും കേട്ടോ. മറ്റേ മാമനോടൊന്നും തോന്നല്ലേ മക്കളെ എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ എന്നോടൊന്നും തോന്നല്ലേ. ഇത് ക്വസ്റ്റ്യൻ ഒത്തിരി തവണ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻസ് തന്നെ ആഡ് ചെയ്തേക്കുന്നത്. അടുത്ത് നോക്കിയേ. ഡാഷ് ഈസ് ദ കെമിക്കൽ most commonly used in accelerating admixtures, especially for non-reinforced concrete. PCC ൽ നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആരായിരുന്നു? നമ്മുടെ കാൽഷ്യം ക്ലോറൈഡ്. ഓക്കെ, പിന്നെ നമ്മുടെ ആൻസർ ആര് തന്നെയാണ്? കാൽഷ്യം ക്ലോറൈഡ് തന്നെയാണ്. ഓക്കെ, ഇതിനകത്ത് ഒത്തിരി വന്നേക്കുന്ന ക്വസ്റ്റ്യൻ ഇതിനെ റിലേറ്റഡ് കേട്ടോ, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തത്. അടുത്ത് നോക്കി. ദ എഫക്ട് ഓഫ് ആഡിങ് കാൽഷ്യം ക്ലോറൈഡ് ഇൻ കോൺക്രീറ്റ്. ഇപ്പൊ അവൻ ആൻസറിൽ നേരെ ക്വസ്റ്റ്യനിലോട്ട് കയറി. ക്വസ്റ്റ്യൻ എന്താ? കാൽഷ്യം ക്ലോറൈഡ് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻക്രീസ് ഷ്രിങ്കേജ് ആണോ? ഡിക്രീസ് ഷ്രിങ്കേജ് ആണോ? ഇൻക്രീസ് സെറ്റിംഗ് ടൈം ആണോ? ഡിക്രീസ് സെറ്റിംഗ് ടൈം ആണോ? എന്താ ആൻസർ? ആക്സിലറേറ്റിംഗ് അഡ്മിക്സ്ചർ. അപ്പൊ എന്താണ്? ആക്സിലറേറ്റ് ചെയ്യും, അവൻ സെറ്റിംഗ് ടൈമിനെ കുറയ്ക്കും. അപ്പോൾ ശ്രദ്ധിച്ചോ, ആക്സിലറേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് എന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റിംഗ് ആക്കുക. എന്താണ്? സെറ്റിംഗ് ടൈമിനെ കുറയ്ക്കുക. അങ്ങനെ ആലോചിച്ച് എഴുതിക്കണം. ക്വസ്റ്റ്യൻ സെറ്റിക്കില്ല കേട്ടോ. ആക്സിലറേറ്റിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കയറി ഇൻക്രീസ് ഒന്നും തട്ടിയേക്കല്ലോ. ഇനി അടുത്ത് നോക്കിയേ. admixtures which cause early setting and hardening are called. ഓക്കെ, എന്താണ്? ഏർലി ആയിട്ട് സെറ്റ് ചെയ്യണം, പെട്ടെന്ന് സെറ്റ് ചെയ്യണം, പെട്ടെന്ന് ഹാർഡൻ ചെയ്യണം. അങ്ങനെയുള്ള admixtures നമ്മൾ എന്താ പറയുന്നേ? വർക്കബിലിറ്റി ആണോ? അല്ല. റിട്ടാർഡർ ആണോ? അല്ല. എയർ എൻട്രെയിനിങ് ആണോ? അല്ല. ആരാണ്? നമ്മൾ പെട്ടെന്ന് സെറ്റ് ചെയ്യുകയും ഹാർഡൻ ചെയ്യിക്കുകയും ചെയ്യുന്ന നമ്മുടെ ആക്സിലറേറ്റേഴ്സ് ആണ്. അടുത്ത നോക്കി. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് admixture which prolongs the setting. എന്താണ്? which prolongs the setting. setting എന്താണ്? പ്രൊലോങ് ചെയ്യുക. ആരാണ്? പെട്ടെന്ന് മനസ്സിൽ വരുന്ന ആരാണ്? ആൻഡ് ഹാർഡനിങ് ടൈം. പ്രൊലോങ്ഡ് സെറ്റിംഗ് ആൻഡ് ഹാർഡനിങ് ടൈം ചെയ്യുന്ന ആരാണ്? കാൽഷ്യം ക്ലോറൈഡ് ആണോ? അവൻ ആക്സിലറേറ്റിംഗ്. സോഡിയം സിലിക്കേറ്റ് ആണോ? അല്ല. ഓൾ ദി അബവ് ആണോ? അല്ല. അപ്പൊ നമ്മുടെ ആൻസർ ആരാണ്? നമ്മുടെ ആൻസർ നമ്മുടെ ജിപ്സം ആണ്. ഓക്കെ, ഇനി അടുത്തെന്താ? ദ കോമ്പൗണ്ട് വിച്ച് ഈസ് ആഡഡ് ടു കോൺക്രീറ്റ് ടു റെഡ്യൂസ് ദ സെറ്റിംഗ് ടൈം ഓഫ് കോൺക്രീറ്റ്. എന്താണ്? സെറ്റിംഗ് ടൈം റെഡ്യൂസ് ചെയ്യുക. എന്താണ്? സെറ്റിംഗ് ടൈം കുറയ്ക്കുക, പെട്ടെന്ന് സെറ്റ് ചെയ്യുക. ആരാ പറ? ആക്സിലറേറ്റർ. ഓക്കെ, അടുത്ത നോക്കി. അക്കോർഡിംഗ് ടു സോറി ആഡിങ് ഓഫ് ആക്സിലറേറ്റേഴ്സ് മേക്ക് ദ കോൺക്രീറ്റ്. നമ്മൾ ആക്സിലറേറ്റർ കോൺക്രീറ്റിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സെറ്റ് സ്ലോലി ആണോ? അല്ല. അത് ജിപ്സം ഒക്കെ ആഡ് ചെയ്യുമ്പോഴായിരുന്നു. ഡിലേ ഇൻ സെറ്റിംഗ് ആണോ? അല്ല. വാട്ടർ പ്രൂഫിംഗ് ആണോ? അല്ല. എന്ത് ചെയ്യും? അവൻ ഏർലി സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അടുത്ത് നോക്കി. ബേസിക് പർപ്പസ് ഓഫ് റിട്ടാർഡർ ഇൻ കോൺക്രീറ്റ്. നമ്മൾ റിട്ടാർഡേഷൻ എന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്താ? ഇൻക്രീസ് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ആണോ? അല്ല. ഡിക്രീസ് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ആണോ? ഓക്കെ, അതോടെ നിൽക്കട്ടെ. റെൻഡർ ദ കോൺക്രീറ്റ് വാട്ടർ ടൈറ്റ്. കോൺക്രീറ്റിനെ വാട്ടർ ടൈറ്റ് ആക്കുവാണോ റിട്ടാർഡർ ചെയ്യുന്നത്? അല്ല. വർക്കബിലിറ്റി കൂട്ടുവാണോ? അല്ല. അപ്പൊ അവൻ എന്താ ചെയ്യുന്നത്? എന്താണ്? റിട്ടാർഡർ ഡിക്രീസ് ദ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ് പേസ്റ്റ് ഇൻ കോൺക്രീറ്റ്. സോറി
എന്ത് ചെയ്യും? റിട്ടാർഡർ എന്ത് ചെയ്യും? നമ്മളെ ഇങ്ങനെ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ, എനിക്കും തെറ്റി. എന്താണ് കോൺക്രീറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക? റിട്ടാർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം എന്ത് ചെയ്യുക? സെറ്റിങ്, ടൈം ഫോർ സെറ്റിങ് എന്താണ് കൂട്ടുക. ടൈം അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് എഴുതിക്കുവാണ്, പെട്ടെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോകുന്ന. ടൈം ഫോർ സെറ്റിങ്, സെറ്റ് ചെയ്യാനുള്ള ടൈം കൂട്ടും. ഓക്കെ, സെറ്റ് ചെയ്യാനുള്ള ടൈം കൂട്ടും. റിട്ടാർഡ് ചെയ്യിക്കും, പതുക്കെ എത്തത്തുള്ളൂ. അപ്പോൾ ആക്സിലറേഷനോ റിട്ടാർഡേഷനോ ഓർത്താൽ മതി, ഇതിൻ്റെ റിട്ടാർഡറിൻ്റെ ഒക്കെ വരുമ്പോൾ. റിട്ടാർഡ് ചെയ്യിക്കുക, അന്ന് നമ്മൾ സ്കൂട്ടിയിൽ പോവാണ്, അപ്പം നമ്മൾ റിട്ടാർഡേഷൻ, ആക്സിലറേഷൻ റിട്ടാർഡേഷൻ കൊടുത്തു. നമ്മൾ നമ്മുടെ ചെല്ലേണ്ട പോയിന്റിൽ പെട്ടെന്ന് എത്തുമോ പതുക്കെ എത്തത്തും അല്ലേ? സോറി, നമ്മൾ എന്ത് ചെയ്യും? പതുക്കെ എത്തത്തുള്ളൂ. അപ്പോൾ പതുക്കെ എത്തുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ട്രാവൽ ടൈം എന്ത് ചെയ്യും? കൂടും. ഓക്കെ, അങ്ങനെ വേണം ടൈമിനെ കണക്ട് ചെയ്യാൻ. ഓക്കെ, മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞത് ഭയങ്കര കോംപ്ലക്സ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഓർത്തിരിക്കണം കേട്ടോ. നമ്മുടെ ആൻസർ 1 ആണ്. സോറി, അത് മിസ്റ്റേക്ക് ആയിപ്പോയി. ഇനി അടുത്തത് CaCl2. അതാരാ? അവന്റെ പേരൊന്ന് മാറ്റി ആ ഫോമുല ആക്കിയെന്നേ ഉള്ളൂ. കാൽസ്യം ക്ലോറൈഡ് ഈസ് ആൻ ആർട്ട് മിക്സ്ചർ യൂസ്ഡ് as dash in plain concrete. as മിസ് ചെയ്തു പോയതാ. as dash in plain concrete. പ്ലെയിൻ കോൺക്രീറ്റിൽ നമ്മൾ കാൽസ്യം ക്ലോറൈഡ് എന്തായിട്ടാണ് ആഡ് ചെയ്യുന്നത്? ആക്സിലറേറ്റർ. കാൽസ്യം ക്ലോറൈഡ് ആരാണ്? ആക്സിലറേറ്റർ. ഓക്കെ, അപ്പോൾ എല്ലാം ഓർത്താൽ മതി. കാൽഷ്യത്തിനകത്ത് ഇവിടെ ഒരു A വരുന്നില്ലേ, അത് വെച്ചിട്ട് വേണേൽ ആക്സിലറേറ്റർ വേണേൽ കണക്ട് ചെയ്ത് പഠിച്ചാലും മതി. ഓക്കെ, പിന്നെ ആ എയും ഈ അഡിറ്റീവും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചേക്കല്ലേ. ഓക്കെ, എയും സിയും. ഓക്കെ, എയും സിയും അങ്ങനെ വല്ല ഓർത്ത് കണക്ട് ചെയ്ത് പഠിക്കുക. ഇനി അടുത്തത് ചൂസ് ദ കറക്റ്റ് കോമ്പിനേഷൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. എന്നാ വെച്ച് കഴിഞ്ഞാൽ ഈ കാൽഷ്യം ക്ലോറൈഡും അത് ഇതൊക്കെ അവർ ചോദിച്ചാൽ അവർ തന്നെ മടുത്ത് കാണും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നോക്കിയേ, ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. റിട്ടാർഡർ ആരാണ്? റിട്ടാർഡർ നോക്കിയ ഓപ്ഷനിൽ നിന്ന് ആര് വരുന്നത്? ജിപ്സം. അപ്പം ജിപ്സം വരുമ്പോൾ AR. അപ്പോൾ AR വരുന്ന ആരൊക്കെയുണ്ട്? 3 പേരുണ്ട് AR വരുന്നത്. ഓക്കെ, അവരൊക്കെ അവിടെ നിൽക്കട്ടെ. അടുത്തത് ആക്സിലറേറ്റർ. നമ്മുടെ കോമൺ ആക്സിലറേറ്റർ ആരാ? കാൽഷ്യം ക്ലോറൈഡ്. അപ്പം നമ്മുടെ ഓപ്ഷൻ എസ്, ബിക്ക് എസ്. അപ്പോൾ ബിക്ക് എസ് വരുന്നു, ഇവിടെയും ബിക്ക് എസ് വരുന്നു. അപ്പം 1 or 4 ആവാം. പൊസോളന ആരാണ്? നമ്മുടെ ഫ്ലൈ ആഷ്. ഓക്കെ, പൊസോളന ആരാ? നമ്മുടെ ഫ്ലൈ ആഷ്. പൊസോളിന അല്ലെങ്കിൽ മിനറൽ ആർട്ട് മിക്സ് നമ്മൾ ഫ്ലൈ ആഷിനല്ലേ പഠിച്ചത്. അപ്പോൾ CP ആണ്. അപ്പോൾ ആൻസർ കിട്ടിയില്ലേ? ഡി നോക്കണോ? നോക്കാം. വർക്കബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? വർക്കബിലിറ്റി കൂട്ടുന്ന ആരാണ്? സൂപ്പർ പ്ലാസ്റ്റിസൈസർ. അപ്പോൾ ഓപ്ഷൻ Q. ഓക്കെ, അപ്പം നമ്മുടെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ 1 അല്ലേ? കറക്റ്റ് ആണോ നോക്കിയേ? ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. കോമൺ ഷുഗർ ആഡഡ് ടു കോൺക്രീറ്റ്. നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, കോമൺ ഷുഗർ എന്ത് ചെയ്യും? കോൺക്രീറ്റിലോട്ട് ആഡ് ചെയ്യും. നമ്മൾ പറഞ്ഞു ഹൈഡ്രോ കാർബൺസ് ഒക്കെ ആഡ് ചെയ്യും. ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞു. കോമൺ ഷുഗർ എന്താ? ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്, റിട്ടാർഡ് സെറ്റിംഗ് ഓഫ് കോൺക്രീറ്റ്, ആക്സലറേറ്റ് ദ സെറ്റിംഗ് ഓഫ് കോൺക്രീറ്റ്, ഗീവ് കളർ ടു കോൺക്രീറ്റ്. ഇതിലേതാ? നമ്മുടെ വീട്ടിലിരിക്കുന്ന ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺക്രീറ്റിന്റെ സെറ്റിംഗ് എന്ത് ചെയ്തു പോകും? കുറഞ്ഞു പോകും. ഓക്കെ, നമ്മൾ ചായക്കകത്തൊക്കെ പഞ്ചസാര ഇടുന്ന പോലെ സിമെന്റിനകത്ത് കൊണ്ട് നമ്മൾ പഞ്ചസാര ഇട്ടാൽ എന്ത് സംഭവിക്കും? അവന് എന്ത് ചെയ്യും? സെറ്റിങ്ങിനെ റിട്ടാർഡ് ചെയ്യിക്കും. പതുക്കെ സെറ്റ് ചെയ്യിക്കത്തുള്ളൂ. മനസ്സിലായോ? സെറ്റിങ്, ആ സെറ്റിംഗ് ടൈം ഒക്കെ കുറച്ച് കോംപ്ലക്സ് ആണ് എങ്കിലും നിങ്ങൾക്ക് കുറച്ച് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. സിലിക്ക ഫ്യൂം ഈസ് കൺസിഡേർഡ് ആസ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞ കാര്യം. സിലിക്ക ഫ്യൂം എന്ന ആർട്ട് മിക്സ്ചറാ? ഇറ്റ് ഈസ് എ മിനറൽ ആർട്ട് മിക്സ്ചർ. കെമിക്കൽ ആർട്ട് മിക്സ്ചേഴ്സ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ, കളറിംഗ് ആർട്ട് മിക്സ്ചേഴ്സിന്റെ പേരും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ സിലിക്ക ഫ്യൂം എന്താണ്? മിനറൽ ആർട്ട് മിക്സ്ചർ. ദ ആർട്ട് മിക്സ്ചേഴ്സ് ആർ ആഡഡ് ഇൻ കോൺക്രീറ്റ്. ആർട്ട് മിക്സ്ചേഴ്സ് എന്തിനാ ആഡ് ചെയ്യുന്നത്? വർക്കബിലിറ്റി കൂട്ടും അല്ലേ? അത് ശരിയാ. സ്ട്രെങ്ത് കൂട്ടുമോ? സ്ട്രെങ്ത് കൂട്ടത്തില്ല. Accelerate the rate of setting and hardening of concrete. Okay, strength increase the strength gain ആയിരിക്കണം. Strength accelerate the rate of setting and hardening of cement. അത് ശരിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ നോക്കിയേ. അപ്പം നമുക്ക് ഇങ്ങനെ രണ്ടെണ്ണം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൽ മേജർ ആയിട്ടുള്ളത് എടുക്കുക. ഓക്കെ, റേറ്റ് ഓഫ് സെറ്റിങ്ങും ഹാർഡനിങ്ങും ഒക്കെ എന്താണ്? റേറ്റ് ഓഫ് സെറ്റിങ് പറ്റും, പക്ഷെ റേറ്റ് ഓഫ് ഹാർഡനിങ് പറ്റുമോ? പറ്റും. നമ്മൾ ആക്സിലറേറ്റേഴ്സ് ഒക്കെ ഹാർഡൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മേജർ ആയിട്ടുള്ള എടുക്കുക. എന്താണ്? ടു ഇൻക്രീസ് ദ വർക്കബിലിറ്റി എന്നുള്ളത് എടുക്കുക ആൻസർ ആയിട്ട് കേട്ടോ. ഇനി അടുത്തത് ദ കോമൺ ആർട്ട് മിക്സ്ചർ യൂസ് ടു ആക്സിലറേറ്റ് ഇനീഷ്യൽ സെറ്റ് ഓഫ് കോൺക്രീറ്റ് ഈസ്. അപ്പം ഇനീഷ്യൽ സെറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആർട്ട് മിക്സ്ചർ ഏതാ? നമ്മുടെ മെയിൻ ആള് ആരാ? കാൽഷ്യം ക്ലോറൈഡ്. ഇനി അടുത്ത് നോക്കിയത് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ് ഈസ് എക്സ്റ്റെൻഡഡ് യൂസിങ്. നമ്മുടെ സിമെന്റിന്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എക്സ്റ്റെൻഡ് ചെയ്യണം. അതിന് യൂസ് ചെയ്യുന്ന ആരാ? നമ്മൾ ഒത്തിരി തവണ പറഞ്ഞ ഒരാളാ അല്ലേ? ആരാ? ജിപ്സം. ഓക്കെ, ഇനി ദ യൂസ് ഓഫ് ആർട്ട് മിക്സ്ചർ ഇൻ സിമെന്റ് കോൺക്രീറ്റ് എന്ത് ചെയ്യും? ആക്സിലറേറ്റ് ദ റേറ്റ് ഓഫ് സെറ്റിംഗ്. കറക്റ്റ് ആണ് അല്ലേ? അടുത്ത എന്താ? ഹാർഡ് ആൻഡ് സിമെന്റ്.
എന്താണ് നമുക്ക് എന്താണ് പെട്ടെന്ന് സിമെന്റിനെ ഹാർഡൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ആഡ്മിക്സർ യൂസ് ചെയ്താൽ പറ്റും. സിമെന്റിനെ വാട്ടർ പ്രൂഫ് ആക്കാൻ പറ്റും. ഇതെല്ലാം പറ്റും. അതുകൊണ്ട് എന്താണ് ഓൾ ദ എബവ് ആണ് നമ്മുടെ ആൻസർ. ഇപ്പം ഇങ്ങനെ വരുമ്പോൾ ഒരെണ്ണം തെറ്റാണെങ്കിൽ ഇതിനകത്തുനിന്ന് എന്താണ് ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള എടുത്തോണം. ഒരെണ്ണം തെറ്റാന്ന് പക്ഷേ കൺഫേം ആയാലേ നമുക്ക് ഓൾ ദ എബവ് അല്ലാതെ അത് എടുക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി രണ്ട് പ്രോപ്പർട്ടീസിൽ ഏത് പ്രോപ്പർട്ടിയാണ് പ്രിഡോമിനേറ്റിംഗ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇവിടെ ഓൾ ദ എബവ് ആണ്. When concrete is used for construction in cold climate, നമ്മൾ പറഞ്ഞ പോയിന്റ് കോൾഡ് ക്ലൈമറ്റിൽ യൂസ് ചെയ്യുമ്പം ഡാഷ് admixture is used to develop good strength as early as possible. as early as possible. അപ്പൊ നമ്മൾ കോൾഡ് വെതർ ആകുമ്പോൾ നമ്മുടെ ആകാശത്ത് സൂര്യന്റെ ചൂടുണ്ടോ? കുറവാ അല്ലേ? എന്താണ് എല്ലായിടത്തും സ്നോ ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് സൂര്യൻ ഡിമ്മായിട്ടിരിക്കുക, സൂര്യൻ വിഷമിച്ചിരിക്കുക. ഓക്കെ, എന്താണ് സൂര്യൻ വിഷമിച്ചിരിക്കുക, സൂര്യന്റെ വെട്ടമൊന്നും എങ്ങും പോകുന്നില്ല, വിഷമിച്ചിരിക്കുക. അപ്പൊ കോൾഡ് ക്ലൈമറ്റിലെ ഹൈഡ്രേഷൻ ഒക്കെ കുറവാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഹൈഡ്രേഷൻ ഒക്കെ കുറവാണെങ്കിൽ ഹൈഡ്രേഷൻ കൂട്ടണം. ഓക്കെ, ഹൈഡ്രേഷൻ കൂട്ടണമെങ്കിൽ ആരെ യൂസ് ചെയ്യാം? ഹൈഡ്രേഷൻ കൂട്ടിയത് പെട്ടെന്ന് സെറ്റ് ചെയ്യിക്കണം. നമുക്ക് ആക്സിലറേറ്റേഴ്സിനെ യൂസ് ചെയ്യാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പർപ്പസ് സെർവ്ഡ് ആസ് ആഡ്മിക്സ്ചർ? ഓക്കെ, അപ്പൊ എന്താണ് ആഡ്മിക്സ്ചർ ചെയ്യുന്ന പർപ്പസ് ഒക്കെ? ഇംപ്രൂവ് വർക്കബിലിറ്റി, കൂട്ടും. സെറ്റിംഗ് ആക്ഷൻ റിട്ടാർഡ് ചെയ്യിക്കും, ശരിയാണ്. റെഡ്യൂസസ് ബ്ലീഡിങ് കുറയ്ക്കുമോ? വാട്ടറിന്റെ കണ്ടന്റ് കുറയത്തില്ലേ? അപ്പം റെഡ്യൂസസ് ബ്ലീഡിങ്ങും ഉണ്ട്. അപ്പൊ എന്താണ് ഓൾ ദ എബവ്. അടുത്ത് നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് ആസ് ആഡ്മിക്സ്ചർ ഓഫ് ഓർഡിനറി കോൺക്രീറ്റ്? ഓർഡിനറി കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്ന ആഡ്മിക്സ്ചർ ഏതാണ്? നമുക്ക് എന്താണ് എപ്പോക്സി റെസിൻ, കാൽസ്യം ഓക്സൈഡ്, ക്വാർട്സൈറ്റ്. ഓക്കെ, അപ്പോൾ ഓർഡിനറി കോൺക്രീറ്റിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആരെയാണ് ആഡ്മിക്സ്ചർ ആയിട്ട്? നമ്മുടെ ഫ്ലൈ ആഷിനെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മിനറൽ ആഡ്മിക്സ്ചർ? നോട്ട് എ മിനറൽ ആഡ്മിക്സ്ചർ എന്ന് പറയുമ്പോൾ ആരാണ്? ഇതിൽ ആരാണ് കെമിക്കൽ ആഡ്മിക്സ്ചർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ആരാണ് കെമിക്കൽ ആഡ്മിക്സ്ചർ? ഫ്ലൈ ആഷ് മിനറൽ ആഡ്മിക്സ്ചർ ആണ്, സിലിക്ക ഫ്യൂം മിനറൽ ആഡ്മിക്സ്ചർ ആണ്, റൈസ് ഹസ്ക് മിനറൽ ആഡ്മിക്സ്ചർ ആണ്. അപ്പൊ നമ്മുടെ കെമിക്കൽ ആഡ്മിക്സ്ചർ ആരാണ്? സൂപ്പർ പ്ലാസ്റ്റിസൈസർ ആണ്. അവരാണ് നോട്ട് എ മിനറൽ ആഡ്മിക്സ്ചർ. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? സൂപ്പർ പ്ലാസ്റ്റിസൈസർ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.